അങ്ങനെ ആദ്യ വർഷം കഴിഞ്ഞ് രണ്ടാം വർഷത്തിലോട്ട് കടക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഞങ്ങളുടെ JEE ബാച്ച് അനൗൺസ് ചെയ്യുകയാണ്. അതെ മക്കളെ, വെറും 50 കുട്ടികളെ മാത്രം എടുത്തുകൊണ്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള DNA JEE പ്രോഗ്രാം. ആരൊക്കെയാണ് DNA JEE ഇങ്ങനെ ലീഡ് ചെയ്യുന്നതെന്ന് നോക്കാം. മക്കളെ, 20-30 കൊല്ലം പഠിപ്പിച്ച് അക്ഷരാർത്ഥത്തിൽ പഠിപ്പിച്ച് തഴമ്പിച്ചിട്ടുള്ള ഈ ഇൻഡസ്ട്രിയിലെ തന്നെ ദ്രോണാചാര്യന്മാരാണ് നിങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. മക്കളെ, കെമിസ്ട്രി ലീഡ് ചെയ്യുന്നത് ഫറൂഖ് കോളേജിൽ റിട്ടയർഡ് HODയും JEE ഇൻഡസ്ട്രിയിൽ 40 കൊല്ലമായിട്ട് തിളങ്ങി നിൽക്കുന്ന പ്രൊഫസർ റഷീദ് സാറാണ്. ഒരു 6 അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും സ്വപ്നമാണ് IITകളിൽ എത്തുകയും അതുമൂലം ജീവിതത്തിൽ ഉന്നത പദവിയിലോ ഉന്നത ഉദ്യോഗസ്ഥരിലോ എത്തിപ്പെടുക എന്നുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് അതിലേക്കുള്ള എന്തൊക്കെയാണ് അവിടെ എത്തിപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുമ്പോൾ ഈ ഫീൽഡിൽ വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്നുള്ളതിലേക്ക് എനിക്ക് മനസ്സിലായത് നിങ്ങളെ +1 +2 സിലബസ് തന്നെയാണ്. പക്ഷെ ആ സിലബസിലെ ഓരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് എവിടുന്ന് നമ്മൾ ആ പോയിന്റിലേക്ക് എത്തി എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. മുമ്പുള്ള കാലത്തൊക്കെ അങ്ങനെയല്ല. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുമ്പ് കാലങ്ങളിലൊക്കെ IITയിൽ ഒരുപാട് കുട്ടികൾ എത്തിപ്പെട്ടിട്ടുണ്ട് നമ്മളെ ഈ മലബാർ ഏരിയയിൽ നിന്ന് തന്നെ. പക്ഷേ ഇപ്പോൾ കമ്പാരറ്റീവ്ലി നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു ബെസ്റ്റ് IITയിലൊക്കെ കിട്ടിയ കുട്ടികളെ എണ്ണം വിരലിൽ എണ്ണാവുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, പഴയ കാലത്തു നിന്ന് വ്യത്യസ്തമായി. അതിന് കാരണം ഈ ബെസ്റ്റായിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ കോച്ചിങ് സിസ്റ്റം നമുക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. മക്കളെ, JEE എക്സാമിൻ്റെ നട്ടല് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. ആ മാത്തമാറ്റിക്സിൻ്റെ അഗ്രഗണ്യനായിട്ടുള്ള കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് സുപരിചിതനായിട്ടുള്ള കൃഷ്ണൻ സാറാണ് മാത്സിനെ ലീഡ് ചെയ്യുന്നത്. ഹലോ മക്കളെ, ഞാൻ ഒരു 2 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ 10ാം ക്ലാസ് വരെ നിങ്ങൾ വേറൊരു ഇതിലാണ് പഠിച്ചിട്ടുണ്ടാവുക. 11ഉം 12ഉം നിങ്ങളെ JEE അഡ്വാൻസ് JEE മെയിൻസ് ഡിമാൻഡ് ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വേണം, ഡിഫറെൻ്റ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്ന രീതി. ഇതുവരെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ്. കൺസെപ്റ്റ് ബേസ്ഡ് ടൈപ്പ് ഓഫ് ടീച്ചിങ് നിങ്ങൾ ഇതുവരെ അനുഭവപ്പെട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിങ്ങളുടെ DNAയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഹൗ യു അപ്രോച്ച് എ ക്വസ്റ്റ്യൻ, ദ തോട്ട് പ്രോസസ് ബിഹൈൻഡ് ദ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഫുൾ ഫോക്കസ്. അപ്പം ഞങ്ങൾ ഈ 30-35 കൊല്ലമായിട്ട് എൻ്റെ ഒരു അനുഭവം എന്താ വെച്ചാൽ, പണ്ട് കുട്ടികളുണ്ടായിരുന്നു. പണ്ട് കുട്ടികൾ 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഈവൻ NCERT സിലബസ് തന്നെ നല്ല ഡെപ്തിലുണ്ടായിരുന്നു. ഇപ്പോൾ NCERT ഡിലീറ്റഡ് പോർഷൻ ആയിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പോൾ കുട്ടികൾ ചോദിക്കും ഇതാണ് പഠിക്കേണ്ടതെന്ന്. പക്ഷേ ആക്ച്വലി JEE മെയിൻസും JEE അഡ്വാൻസും ഒരു ഡൈല്യൂഷനും ഇല്ല, നല്ലോണം പഠിക്കാനുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് അറിയുന്നത് +2 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്താളിക്കും, ശരിയാണ്. പക്ഷേ ഞങ്ങൾ എന്താണ് വിൽ മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് യു വിൽ ബി ലേണിംഗ് ഫുള്ളി. അപ്പോൾ അതുകൊണ്ട് JEE അഡ്വാൻസ് ആദ്യം നിങ്ങൾ JEE മെയിൻസ് ഇതാക്കുക. JEE അഡ്വാൻസ് ബേസിക് ആയിട്ടുള്ള JEE അഡ്വാൻസ് പറഞ്ഞാൽ അത്ര ബാലികാരമല്ലയൊന്നും അല്ല. ശരിക്കും JEE അഡ്വാൻസ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആവുക, അത് മാത്രമാണ്. അപ്പോൾ വിത്തൗട്ട്, അതായത് പുതിയ ചോദ്യങ്ങളുണ്ടാവും. JEE അഡ്വാൻസിൻ്റെ പുതിയ ചോദ്യങ്ങളുണ്ടാവുമെന്ന് മാത്രമാണ് JEE അഡ്വാൻസിൻ്റെ പ്രത്യേകത. പുതിയതായിരിക്കും. ഈവൻ AI ചോദിച്ചാലും കൂടി കിട്ടില്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എൻ IIT. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ടും ദ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം. പിന്നെ എന്താണ്, നിങ്ങൾ ആ പ്രോസസ്സ് കൂടി പോകണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞങ്ങളിവിടെ പ്രധാനമായിട്ടും അതിന് മുകളിലായിരിക്കും ഫോക്കസ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എന്താ പറയുക, ഇതുവരെ പഠിച്ചുള്ള കാര്യങ്ങളോ 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചുള്ളോ ഒന്നും വിഷയമല്ല. only thing is that the thought process behind attacking a question, അതിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ ഫോക്കസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ DNA എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സഹകരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ഇറ്റ്. മക്കളെ, നിങ്ങളെ ഫിസിക്സിൻ്റെ ആഴങ്ങളിലോട്ട് എത്തിക്കാൻ ഓരോ കൺസെപ്റ്റും കീറി മുറിച്ച് അതിൻ്റെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആക്കി അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ വരെ നിങ്ങളെ സോൾവ് ചെയ്യിപ്പിക്കാൻ തക്കവണ്ണം പരിശീലിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അസ്ലം സാറായിരിക്കും.
ജെഇ അഡ്വാൻസിന്റെ റിസൾട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 10 സ്റ്റേറ്റുകളിൽ പോലുമില്ല നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്ന സമയത്ത്. അത്രയും പിന്നിലേക്കാണ് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കേരളം നിൽക്കുന്നത്. അത് കേരളത്തിലെ കുട്ടികൾക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ല, ആ വിവരം എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്തതുകൊണ്ടാണ്. അത് എങ്ങനെ ഉപയോഗിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ അത് യൂസ് ചെയ്യിപ്പിക്കാം എന്ന് അറിയുന്ന ഒരു ടീമാണ് DNA എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കേരളത്തിലെ കുട്ടികൾ ഇങ്ങനെ പിന്നിലാവുന്നതിന്റെ കാരണം എന്ന് പറയുമ്പോൾ അതൊരിക്കലും കേരളത്തിലെ കുട്ടികൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ജെഇക്ക് ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമായിട്ടാണ് DNA വരുന്നത്. അപ്പോൾ അതിന് DNAയുടെ ആ ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമിന് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ മക്കളെ, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഫാക്കൽറ്റി ലൈനപ്പാണ് നിങ്ങൾക്കുള്ള ഒരു അക്കാഡമിക് ഗൈഡൻസ് തരാൻ വേണ്ടി പോകുന്നത്. സോ മക്കളെ, ഒന്നും കൊണ്ട് മടിക്കേണ്ട, വരിക, അത്രയധികം കഷ്ടപ്പെട്ട് പരിശ്രമിക്കുക, നിങ്ങൾക്ക് ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ നേടുക.